ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ചക്കക്കുരു കൊണ്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്, ചക്കക്കുരു പുട്ട്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനായി ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഞാൻ ഇത്ര ചക്കക്കുരുവാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിനി തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പം ഇതേ ചെറിയ രൂപത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിനായി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ച ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. ഇതിനി ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി വെക്കാം. ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായി സ്റ്റീമർ വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുത്ത് ഒന്ന് 5 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. ഇതിന് ഒരു മസാല തയ്യാറാക്കണം. അതിനായി ക്യാരറ്റും ബീട്രൂട്ടുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും അളവ് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മുടെ ചക്കക്കുരു നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് തണിയാനായിട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇത് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇങ്ങനെ തന്നെ എല്ലാം പൊടിച്ചെടുത്തു. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് പൊടിച്ചെടുത്തത് കൊണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് ഇനി വെള്ളം കൂട്ടി കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് കറക്റ്റ് നമുക്ക് പുട്ടിൻ്റെ പരുവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇത് നേരത്തെ ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റും ബീട്രൂട്ടുമാണിത്. അതേപോലെ ചിരകി വെച്ച തേങ്ങയും. ഇനി ഈ തേങ്ങ ഈ ക്യാരറ്റ് ബീട്രൂട്ട് മിക്സിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒരു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സൊക്കെ റെഡിയായി. ഇനി ഈ പൊടിച്ച് വെച്ച പൊടിയിലേക്ക്, ചക്കക്കുരു പൊടിയിലേക്ക് കുറച്ച് നമ്മുടെ ഈ മിക്സ് ഒന്ന് ചേർത്ത് ഒന്ന് കുഴച്ച് കൊടുക്കാം. ഇതൊരു കളറിന് വേണ്ടിയിട്ട്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഇനി പുട്ടും കുറ്റി എടുക്കുക. അതിലേക്ക് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കാം. അടുത്തതായി പൊടിച്ച് വെച്ച ചക്കക്കുരു പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ബീട്രൂട്ട് ചേർത്ത് വെച്ച മസാല ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഇത് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല. കറിയില്ലാതെയും കഴിക്കാവുന്നതാണ്. അടുത്തതും ചക്കക്കുരു പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പുട്ടിൻ്റെ കൂടെ പപ്പടം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ മിക്സും ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ബീട്രൂട്ട് മിക്സും ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പുട്ടും കുറ്റി വെച്ച് കൊടുക്കാം. ഇപ്പോൾ പുട്ട് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം.
വളരെ സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു പുട്ടാണ് ചക്കക്കുരു പുട്ട്. ഇതിപ്പോൾ സോഫ്റ്റ് ആയതുകൊണ്ടാണ് പെട്ടെന്നത് പൊട്ടി വരുന്നത്. ഇങ്ങനെ തന്നെ എല്ലാം ചുട്ടെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചക്കക്കുരു പുട്ടിൻ്റെ വീഡിയോ ആണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.